ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവുകളാണ്. ഓൾറെഡി എന്താണ് ഇൻഡിഫറൻസ് കർവ്, അതുപോലെ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവുകളെ കുറിച്ചാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാണേണ്ടത് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സുകളാണ്. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കാണിക്കുന്നത് കോമ്പിനേഷൻസ് ആണ്. രണ്ട് പർട്ടിക്കുലർ ഗുഡ്സുകൾ, രണ്ട് ഗുഡ്സുകളുടെ കോമ്പിനേഷൻസ് ആണ്. ആ കോമ്പിനേഷൻസ് പ്രത്യേകത എന്താ? ഈ കൺസ്യൂമർക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ കോമ്പിനേഷൻസ് എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് കമ്മോഡിറ്റീസ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ആദ്യം കാണണം. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യണമെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? സാക്രിഫൈസ് ചെയ്യണം, അതല്ലേ? ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ കാണാൻ സാധിക്കുക. ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് നിങ്ങൾക്ക് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യണമെങ്കിൽ വൈ കമ്മോഡിറ്റിനെ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂളിലൂടെ നമ്മൾ കണ്ടിരുന്നു. ഇനിഷ്യലി എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ ഒരു അഡീഷണൽ മാംഗോ കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇവിടെ 5 ഓറഞ്ചസിനെ സാക്രിഫൈസ് ചെയ്യണം. ഇനി രണ്ടാമതാണെങ്കിൽ എന്താണ്? ബിയിൽ നിന്ന് സിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്താണ്? 3 ഓറഞ്ചസിനെ സാക്രിഫൈസ് ചെയ്തു. അപ്പം ഈ സാക്രിഫൈസ്, അതായത് ഒരെണ്ണം അഡീഷണലിന് വേണ്ടി ഒന്നിൽ കൂടുതൽ ഓറഞ്ചസിനെ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഇതെന്തല്ല? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് സിറ്റുവേഷൻ അല്ല. ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ എന്താ? ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു വൈനെ സാക്രിഫൈസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 2 യൂണിറ്റ് അഡീഷണൽ എക്സിന് വേണ്ടി 2 യൂണിറ്റ് വൈനെ സാക്രിഫൈസ് ചെയ്താൽ മതി. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുക. അതായത് ഒന്നിന് പകരം മറ്റൊന്ന്, എത്ര എമൗണ്ട് ആണോ എക്സ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട ആ സെയിം എമൗണ്ട് തന്നെ വൈ സാക്രിഫൈസ് ചെയ്താൽ മതിയെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്, അതായത് ഒരു രീതിയിലുള്ള ഡിഫറൻസും വരുന്നില്ല. അപ്പം നമ്മൾ ഇനിഷ്യലി കണ്ടിരുന്ന ഈ ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂളിൽ എന്താണ്? ഇവിടെ ഒരു അഡീഷണൽ മാംഗോയ്ക്ക് വേണ്ടി ഒന്നിൽ കൂടുതലാണ് ആദ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഒരിക്കലും ഇത് എന്തല്ല? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ല, ഇത് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് സിറ്റുവേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ ഇവിടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ഒരു ലീനിയർ കർവ് ആണ്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വിൽ ബി ലീനിയർ because the marginal rate of substitution between two substitutes is constant. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ലീനിയർ ഷേപ്പ് ആണ് ഇൻഡിഫറൻസ് കർവിന് ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ വരിക. അപ്പൊ ഈ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRSXY എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ടു 1 എന്ന് വിളിക്കും. MRSXY കോൺസ്റ്റന്റ് ഓർ ഈക്വൽ ടു 1 എന്ന് വിളിക്കും. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് എക്സിന് വേണ്ടി ഒരു വൈനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 അഡീഷണൽ യൂണിറ്റ് എക്സിന് വേണ്ടി 2 വൈനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ മതി. അപ്പൊ സെയിം പ്രപ്പോർഷൻ തന്നെയാണ് അവിടെ ഈ സാക്രിഫൈസ് വരിക. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ലീനിയർ ആണെന്നുള്ളത്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടുത്തെ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷന്റെ കേസിൽ അപ്പൊ എന്തായിരിക്കും? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് ആണ് വരേണ്ടത്. കോൺവെക്സ് ഷേപ്പ് വരുമ്പോഴാണ് ഈ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താകുന്നത്? ഡിമിനിഷിംഗ് ആകുന്നത്. ഓക്കെ, ഇഫ് ദ ടു ഗുഡ്സ് എക്സ് ആൻഡ് വൈ ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദ ഇൻഡിഫറൻസ് കർവ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന് വരിക. ഇനി നെക്സ്റ്റ് വൺ ആണ് പെർഫെക്റ്റ് കോംപ്ലിമെന്ററീസ്. നമ്മുടെ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രത്യേകത എന്താ? നമ്മൾ സൈമൾട്ടേനിയസ്ലി ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ആയിട്ടുള്ള കൺസെപ്ഷൻ അറിയാ. എക്സാമ്പിൾ ഷൂ ലേസ്, അതുപോലെ തന്നെ കാറ്, പെട്രോൾ, ഇതൊക്കെ എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ കേസിൽ ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താണ്? എൽ ഷേപ്പ് ആണ്. കാരണം ഇവിടെ സെർട്ടൈൻ യൂണിറ്റ് എക്സും സെർട്ടൈൻ യൂണിറ്റ് വൈയും നിങ്ങൾ കൺസ്യൂം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പം ഇവിടുത്തെ ഒരു മിനിമം എമൗണ്ട് ഓഫ് എക്സും വൈയും ആവശ്യമാണ്. അപ്പം ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 0 ആണെന്നാ പറയുന്നത്. അപ്പൊ ഒന്നിന് പകരം മറ്റൊന്നിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും കമ്പൈനിലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പെർഫെക്റ്റ് കോംപ്ലിമെന്ററീസിന്റെ കേസ്. അപ്പൊ പെർഫെക്റ്റ് കോംപ്ലിമെന്ററീസിന്റെ കേസിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 0യോ ഇൻഫിനിറ്റോ ആണ്. അപ്പം MRSXY 0യോ ഇൻഫിനിറ്റോ ആവുമ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? എൽ ഷേപ്ഡ് ഇൻഡിഫറൻസ് കർവ് ആണ് വരിക. ഇത് യൂഷ്വൽ കേസസിൽ പെർഫെക്റ്റ് കോംപ്ലിമെന്ററീസിന്റെ കേസിലാണ്. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ്? ലീനിയർ കർവ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ കർവ് ആണ് വരിക. ഇനി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ, അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് എക്സ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ വൈ എന്ത് ചെയ്യണം? ഓരോ റേറ്റ് കഴിയുമ്പോഴും ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ആദ്യം 5 ആയിരുന്നു, പിന്നെ 6 ആയി,
പിന്നെ 7 ആയി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഇവിടുത്തെ MRSXY എന്താണ് ഡിമിനിഷിംഗ് ആണെന്ന് പറഞ്ഞു. അതായത് ആദ്യം 5 ആയിരുന്നു, പിന്നെ 3 ആയി, പിന്നെ 2 ആയി, പിന്നെ 1.5 ആയെന്ന് പറഞ്ഞു. ഇതിന് നേരെ തിരിച്ചു ആദ്യം 5 സാക്രിഫൈസ് ചെയ്യുന്നു, പിന്നെ 6 സാക്രിഫൈസ് ചെയ്യണം, പിന്നെ 7 സാക്രിഫൈസ് ചെയ്യണം. അതായത് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇൻക്രീസിംഗ് ആണ്. അപ്പൊ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻക്രീസ് ആകുന്ന സിറ്റുവേഷനിലാണ് ഈ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താകുന്നത് കോൺകേവ് ആവുന്നത്. അപ്പൊ മാർജിൻ റേറ്റ് MRSXY ഇൻക്രീസിംഗ് ആണെങ്കിലാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഏതാണ് ഇൻഡിഫറൻസ് കർവിന്റെ കോൺകേവ് ഷേപ്പ് വരിക. അപ്പം കോൺകേവ് ഷേപ്പ് വരുന്ന സിറ്റുവേഷൻ പറയാം. ഇനി ലാസ്റ്റ് വണ്ണാണ് നോർമൽ വൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ ഗുഡിന്റെ കേസസിൽ ഏതാണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിംഗ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് ആണ്. അപ്പൊ കോൺവെക്സ് ഇൻഡിഫറൻസ് ഷേപ്പ് ആണ് നമ്മൾ നോർമൽ ഇൻഡിഫറൻസ് കർവ് ആയിട്ട് നമ്മൾ പരിഗണിക്കുക. അവിടെ MRSXY ഡിമിനിഷിംഗ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിച്ച ഓരോന്ന് നോക്കുക. പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് എക്സിന് വേണ്ടി എക്സാക്ട് ആ സെയിം ഈക്വൽ ആയിട്ടുള്ള y സാക്രിഫൈസ് ചെയ്താൽ മതിയെങ്കിൽ അവിടുത്തെ ഇൻഡിഫറൻസ് കർവിന്റെ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറയും. MRSXY കോൺസ്റ്റന്റ് ആണെങ്കിൽ ലീനിയർ കർവ് ആണ്, സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ കർവ് ആണ് വരിക. പെർഫെക്റ്റ് കോംപ്ലിമെന്ററീസിന്റെ കേസിൽ MRSXY 0 ഓർ ഇൻഫിനിറ്റ് ആണ്. അത് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എൽ ഷേപ്പ് ആയിരിക്കും. ഇനി MRSXY ഇൻക്രീസിംഗ് ആണെങ്കിൽ അവിടുത്തെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് കോൺകേവ് ആയിരിക്കും. ഇനി നോർമൽ ഇൻഡിഫറൻസ് കർവിൽ MRSXY ഡിമിനിഷിംഗ് ആണ്, അതാണ് കോൺവെക്സ് ഷേപ്പ് വരിക. അപ്പൊ ഇത്രയും ഇൻഡിഫറൻസ് കർവുകളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഫോർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ x ആൻഡ് y, MRSXY ഷുഡ് ബി ഇൻക്രീസിംഗ്, MRSXY ഷുഡ് ബി ഡിക്രീസിംഗ്, MRSXY ഷുഡ് ബി കോൺസ്റ്റന്റ്, നൺ ഓഫ് ദ അപ്പൊ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റിയുടെ കേസിൽ എന്താണ് MRSXY കോൺസ്റ്റന്റ് ആണ്, സി ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, in the case of two goods for which MRS is 0 or infinite, then the nature of good is. അപ്പൊ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 0യോ ഇൻഫിനിറ്റോ ആകുന്നത് ഏത് കൈൻഡ് ഓഫ് ഗുഡ്സിനാണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, നോർമൽ ഗുഡ്, പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആൻഡ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ MRSXY എന്താണ് കോൺസ്റ്റന്റ് ആണ്. നോർമൽ ഗുഡിന്റെ കേസിൽ MRSXY ഡിമിനിഷിംഗ് ആണ്. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സിനാണ് എന്ത് സംഭവിക്കുന്നത് ഈ MRSXY 0 ഓർ ഇൻഫിനിറ്റ് വരിക. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് നമ്മൾ കണ്ടു. അതായത് ഇവിടുത്തെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. ഇൻഡിഫറൻസ് കർവ് ഓഫ് ദി ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ കോൺകേവ് ടു ദി ഒറിജിൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ ഇൻഡിഫറൻസ് കർവ് ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ കണ്ടിരിക്കുന്ന ഈ എക്സാമ്പിൾ ആണ് എന്താണ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് മാംഗോയ്ക്ക് നിങ്ങൾ ഇനിഷ്യലി 5 എണ്ണത്തെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ദെൻ 3 എണ്ണത്തെ സാക്രിഫൈസ് ചെയ്യും. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് എക്സിന് വേണ്ടി ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഏതാണ് അതിൽ കുറവോ അല്ലെങ്കിൽ സെയിം പ്രപ്പോർഷൻ അല്ലാതെ നിങ്ങൾ വൈനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ് ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പൊ ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ ഇൻഡിഫറൻസ് കർവ് എന്താ ഷേപ്പ്? കോൺവെക്സ് ഷേപ്പാ വരിക, കോൺകേവ് ഷേപ്പ് അല്ല വരിക. അപ്പൊ ഇവിടുത്തെ ബി പറഞ്ഞിരിക്കുന്ന ആക്ച്വലി എന്താണ് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇംപെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സിന്റെ കേസിൽ കോൺകേവ് അല്ല കോൺവെക്സ് ആണ് ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് വരിക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫോക്കസ് കൊടുത്തത് ഈ ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്. അപ്പം യൂഷ്വൽ കേസസിൽ എക്സാമില് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ ഈ ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാം. ഈ MRSXYയുടെ നേച്ചർ അനുസരിച്ച് എങ്ങനെയായിരിക്കും ഷേപ്പ് എന്ന് വരുന്നത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ചാൻസസ് ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.